ഈ അടുത്ത കാലത്തായിട്ട് ധാരാളം നമ്മുടെ നാട്ടിലെ കുട്ടികൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് അവർ ഇവിടെ വരുമ്പോൾ പറയാറുണ്ട്, നമ്മളെ കാണുമ്പോഴും പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ പാരൻസിനോട് പറഞ്ഞു കൊടുക്കുന്നത്, കുട്ടികളോടും പറയുന്നത്, ഇവിടെ നമ്മളെ നാട്ടിൽ ഇന്ത്യയിൽ ഒരു ഗ്രാജുവേഷൻ ചെയ്തിട്ട്, നമ്മൾ സാധാരണ അണ്ടർ ഗ്രാജുവേഷൻ എന്ന് പറയുന്ന ഒരു 4 ഇയർ ഗ്രാജുവേഷൻ ചെയ്തതിന് ശേഷം, ഇപ്പം 3 ഇയർ ഗ്രാജുവേഷൻ പഠിക്കുന്നവരും കാണും, അവരത് കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി വിദേശത്ത് പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും വിദേശത്ത് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം മനസ്സിൽ വരുന്ന രാജ്യങ്ങൾ ബ്രിട്ടനാണ്, USA ആണ്, ഓസ്ട്രേലിയയാണ്, കാനഡയാണ്, അതുപോലെ അയർലൻഡാണ്, ഈ ജർമ്മനിയും കൂടെ ഉൾപ്പെടും. ഇങ്ങനെ കുറേ രാജ്യങ്ങളാണ് ആദ്യം മനസ്സിൽ വരുന്നത്. എങ്കിൽ ഇതൊന്നുമല്ലാത്ത ഇവിടെ എല്ലാം തന്നെ ഗ്രാജുവേഷന് ഭയങ്കര ചിലവാകും, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയറും വളരെ കനത്തതായിരിക്കും. അതുപോലെ തന്നെ ഇത് പിന്നീട് പോസ്റ്റ് ഗ്രാജുവേഷൻ ആകുമ്പോഴത്തേക്ക് ഒന്നാമത് പല രാജ്യങ്ങളിലും 1 വർഷം മുതൽ 2 വർഷം വരെ ഉള്ള പോസ്റ്റ് ഗ്രാജുവേഷനാണ് ഉള്ളത്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ആകുമ്പോൾ ചിലവ് കുറയും. ഇനി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഫീസ് വളരെ കുറച്ച് പഠിക്കാൻ കഴിയുന്ന കുറേ രാജ്യങ്ങൾ ഒരു ലിസ്റ്റ് നമുക്ക് ഏതൊക്കെയാണെന്ന് പറയാം. അത് പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും ഇത് MBBS പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല, അത് വേറൊരു മേഖലയാണ്. അല്ലാതെ നമ്മുടെ ബയോസയൻസ് പഠിക്കുന്നവർ, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർ, കൊമേഴ്സ് പഠിക്കുന്നവർ, BBA പഠിക്കുന്നവർ, അതുപോലെ തന്നെ ഹിസ്റ്ററി, ഇക്കണോമിക്സ് പോലത്തെ സബ്ജക്ട്സുകൾ, എല്ലാ സബ്ജക്ട്സും ലാംഗ്വേജ് പഠിക്കുന്നവർക്ക് വേണ്ടി, അവരുടെ PG സ്റ്റഡീസിന് വേണ്ടി, നല്ലൊരു ജോലി കണ്ടെത്തുന്നതിന് വേണ്ടി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ യൂറോപ്പിലെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഫീസ് കുറവ്, ആ രാജ്യങ്ങളിൽ ബെറ്റർ ക്വാളിറ്റി ലൈഫ്, അതുപോലെ തന്നെ ഫോളോയിങ്, നിങ്ങൾക്കൊരു ജോബ് കിട്ടണം, പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പാർട്ട് ടൈം കിട്ടണം, നിങ്ങൾ സന്തോഷകരമായിട്ട് നിങ്ങൾ പണം വളരെ കുറച്ച് ചിലവാക്കി മികച്ച ഒരു ലൈഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ പെട്ടെന്ന് പെടാത്ത ചില രാജ്യങ്ങളുടെ പേര് ഞാൻ പറയാൻ പോവുകയാണ്. വളരെ കുറച്ച് ഇന്ത്യക്കാർ മാത്രം ഉള്ള കുറേ രാജ്യങ്ങൾ യൂറോപ്പിലുണ്ട്. ബെറ്റർ ലൈഫ് സ്റ്റൈലാണ്, ജോലി കിട്ടാനുള്ള അവസരമുണ്ട്, പാർട്ട് ടൈം കിട്ടാനുള്ള അവസരമുണ്ട്. അനേകം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഉള്ള രാജ്യത്താണ്. ഒരുപക്ഷെ അവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും സെമി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയും സെമി ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഫീസ് കൂടുതലാവും. എങ്കിലും നമ്മുടെ ഈ രാജ്യങ്ങളിൽ പൊതുവേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എത്രയുണ്ടെന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം അവിടെ എടുക്കാൻ. അതിൽ തന്നെ ഇന്ത്യക്കാർ വളരെ കുറഞ്ഞ രാജ്യങ്ങളിൽ, അതേപോലെ തന്നെ മികച്ച ജീവിത നിലവാരവും സുന്ദരമായ ഒരു രാജ്യം ഓസ്ട്രിയയാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഇവിടെ ജർമ്മൻ ഭാഷയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഒരു അഡീഷണലായിട്ട് ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാലും അത് ജർമ്മനി പോകാൻ ഉപകരിച്ചില്ലെങ്കിലും ഓസ്ട്രിയ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉപകരിക്കുമെന്ന് മാത്രമല്ല, ജർമ്മനിയുടെ കോസ്റ്റ് ഓഫ് ലിവിങ്ങിൻ്റെ അത്രയൊന്നും, അതിൻ്റെ പകുതി കോസ്റ്റ് ഓഫ് ലിവിങ് കൊണ്ട് നിങ്ങൾക്ക് ഓസ്ട്രിയയുടെ ക്യാപിറ്റൽ വിയന്നയാണ്. ഒരുപക്ഷെ വിയന്നയിൽ നിന്ന് മാറിയൊക്കെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വളരെ കുറച്ച് ചിലവേ ആവുള്ളൂ അവിടെ പോയവർ പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിന്, കൊമേഴ്സ് സബ്ജക്റ്റിന്, ഇൻ്റർനാഷണൽ എക്കണോമിക്സ് പോലുള്ള എക്കണോമിക്സ് സബ്ജക്റ്റിന്, അതുപോലെ തന്നെ ഹിസ്റ്ററി, മ്യൂസിയോളജി, സോഷ്യോളജി തുടങ്ങിയ സബ്ജക്റ്റ്, അതുപോലെ തന്നെ ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക്സ് സബ്ജക്ട്സ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ നമ്മളൊരു വിദേശ രാജ്യത്ത് നേരത്തെ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ജർമ്മൻ പഠിച്ചാൽ മാത്രമേ, ജർമ്മൻ വേണമെന്നുമില്ല, പോസ്റ്റ് ഗ്രാജുവേഷന് ജർമ്മൻ നിർബന്ധമില്ല. കാരണം ഇംഗ്ലീഷ് പ്രോഗ്രാംസ് ഉണ്ട്. യൂണിവേഴ്സിറ്റികളിൽ തന്നെ ഇംഗ്ലീഷിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ തിരഞ്ഞെടുക്കാം ഉറപ്പായിട്ട്. പക്ഷേ അവിടെ ഒരു പാർട്ട് ടൈം ജോബ് അന്വേഷിച്ച് നടക്കേണ്ടി വരും. അപ്പോൾ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജായ ഓസ്ട്രിയ ആണെങ്കിൽ നിങ്ങൾ ജർമ്മൻ അറിഞ്ഞിരിക്കണം. ജർമ്മൻ അറിയാതെ അവിടുത്തെ ഭാഷ അറിയാതെ നിങ്ങൾക്കൊരു ജോബ് കിട്ടാൻ പാടായിരിക്കും. മാത്രമല്ല എംബസിയിൽ നിങ്ങൾ പോകേണ്ടി വരുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൽ ഒരു B1 B2 കോഴ്സ് ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ വേഗം നിങ്ങൾക്ക് അവിടെ നിന്ന് നിങ്ങൾക്കൊരു വിസ കിട്ടാൻ എളുപ്പമായിരിക്കും. രണ്ടാമത് പറയേണ്ട ഒരു രാജ്യം ഫ്രാൻസ് തന്നെയാണ്. ഫ്രാൻസിലും നമ്മുടെ ആൾക്കാർ ഇപ്പോഴിങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്.
പിന്നെ സ്റ്റഡി ഇൻ ഫ്രാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് സെമിനാറൊക്കെ നടത്തുന്നുണ്ട്. ഫ്രാൻസിൽ ശ്രദ്ധിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപക്ഷെ സെമിനാറിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അത്രയും വിവരം കിട്ടത്തില്ല. നമുക്ക് കിട്ടുന്നതെല്ലാം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ലിസ്റ്റ് ആയിരിക്കും. ഒരുപാട് സ്റ്റേറ്റ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് വൈവിധ്യങ്ങളായ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് നിങ്ങളുടെ മിടുക്കാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് പ്രൈവറ്റാണ് ഇവിടെ ഇത്രയും രൂപയാകുമെന്ന് പറയുന്നതിന് തലവെച്ച് കൊടുക്കില്ല. നിങ്ങളുടെ സ്കില്ല് കൂടി ഉപയോഗപ്പെടുത്തി അവിടുത്തെ ചിലവ് കുറഞ്ഞ എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഗ്രാജുവേഷൻ കോഴ്സുമായിട്ട് പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ ബന്ധമുള്ള പെരിഫറലായിട്ട് കുറേ ബന്ധമുള്ള കോഴ്സുകളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഇപ്പം ബയോടെക്നോളജി പഠിക്കുന്നവർക്ക് മൈക്രോബയോളജി കോഴ്സിന് പോകാം, മോളിക്കുലർ മെഡിസിൻ കോഴ്സിന് പോകാം, അതുപോലെ തന്നെ ബയോ ഇൻഫർമാറ്റിക്സ് കോഴ്സിന് പോകാം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞവർക്ക് അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോഴ്സിന് പോകാം, ഡാറ്റാ സയൻസ് കോഴ്സിന് പോകാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പോകാം, റോബോട്ടിക്സ് കോഴ്സിന് പോകാം. ഇതെല്ലാം തന്നെ അവിടുത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ചിലവ് വളരെ കുറവായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് 1 ഇയർ സ്റ്റേ ബാക്ക് വിസ കിട്ടും, നിങ്ങൾക്കൊരു ജോലി കണ്ടെത്താം. ഫ്രാൻസ് ആയതുകൊണ്ട് തന്നെ ഫാഷൻ റിലേറ്റഡ് കോഴ്സുകൾക്ക്, അതുപോലെ തന്നെ ആർട്ട്, ഫൈൻ ആർട്സ്, അപ്ലൈഡ് ആർട്സ് കോഴ്സുകൾക്കെല്ലാം തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പിന്നീട് നിങ്ങൾക്ക് അവസരങ്ങൾ തരും. സോർബോൺ യൂണിവേഴ്സിറ്റി പോലത്തെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ മറക്കണ്ട. ഫ്രാൻസ് കഴിഞ്ഞാൽ അധികം ഇന്ത്യക്കാരില്ലാത്ത 1-2 രാജ്യങ്ങൾ കൂടി പറയാൻ പോവുകയാണ്. അത് പോളണ്ടാണ്. പോളണ്ടിൽ ഏകദേശം 5000-ൽ താഴെ സ്റ്റുഡൻസേ ഉള്ളതെന്നാണ് കണക്ക് കാണിക്കുന്നത്. പോളണ്ടിൽ പോളിഷ് ഭാഷയാണ്, പക്ഷേ പോളിഷ് ഭാഷ പഠിക്കാനൊക്കെ പ്രയാസമാണ്. പക്ഷേ ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് പോളണ്ടിലെ മികച്ച ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ഉറപ്പാണ്. ഇംഗ്ലീഷ് പ്രൊഫഷൻസി അപ്പോഴും ആവശ്യമാണ്. ചിലപ്പോൾ IELTS, TOEFL ഏതെങ്കിലുമൊക്കെ വേണ്ടി വരും. പക്ഷേ നിങ്ങളെ ക്വാളിറ്റി, നിങ്ങളെ റെസ്യൂമെ റിച്ച് ആക്കുക എന്നുള്ള നിങ്ങളെ ആഡ് ഓൺ കോഴ്സുകൾ, നിങ്ങൾ എക്കണോമിക്സ് പഠിക്കുമ്പം എക്കണോമിക്സിനുമായിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ കോഴ്സുകളൊക്കെ സർട്ടിഫിക്കേഷനിൽ കാണിക്കുന്ന നിങ്ങളെ റെസ്യൂമേയിൽ വരത്തക്ക രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ടൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ ക്വാളിറ്റി നിങ്ങൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പോകാൻ കഴിയും. പോളണ്ട് കഴിഞ്ഞാൽ പിന്നെ പറയാൻ പോകുന്നത് 2 ബാൽക്കൻ രാജ്യങ്ങളായ ലാത്വിയ ആൻഡ് ലിത്വാനിയയാണ്. ഇവിടെ നമ്മളെ ഇന്ത്യക്കാരൊക്കെ മലയാളികൾ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. വളരെ കുറച്ച് മലയാളികൾ മാത്രമേ ലാത്വിയൻ യൂണിവേഴ്സിറ്റിയിൽ, ലിത്വാനിയ യൂണിവേഴ്സിറ്റിയിലുള്ളൂ. ഇന്ത്യക്കാർ തന്നെ കുറവാണ്. പക്ഷേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഒരുപാടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. വളരെ മനോഹരമായ ഡിസൈൻ ചെയ്ത യൂണിവേഴ്സിറ്റികൾ കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. ആ തരത്തിലുള്ള കൺസ്ട്രക്ഷൻസാണ്, അതിൻ്റെ ഡിസൈനാണ് അവർ എല്ലാം തന്നെ നടപ്പാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ, മിക്കവാറും മാനേജ്മെൻറ്റ് കോഴ്സുകൾ, അങ്ങനെയുള്ള റീറ്റെയിൽ മാനേജ്മെൻറ്റ്, സപ്ലൈ ചെയിൻ, ലോജിസ്റ്റിക്സ്, അങ്ങനെയുള്ള മാനേജ്മെൻറ്റ് കോഴ്സുകൾക്കും, അതേപോലെ തന്നെ ചില ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കുമാണ് ലാത്വിയ, ലിത്വാനിയ നല്ലത്. അവിടെയും ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾ പ്രിഫർ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ലാത്വിയ, ലിത്വാനിയയിൽ നിങ്ങൾക്ക് ലാത്വിയൻ ഭാഷയൊന്നും പഠിച്ച് പോകാൻ വലിയ പാടാണ്. ഇംഗ്ലീഷ് മാത്രം മതി. കാരണം ഇംഗ്ലീഷ് മാത്രം അതിൻ്റെ പ്രൊഫഷൻസി മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷന് ഉറപ്പായിട്ട് ലാത്വിയ, ലിത്വാനിയ അഡ്മിഷൻ എടുക്കാം. നമ്മൾ ലാത്വിയ, ലിത്വാനിയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ 2 മനോഹരമായ രാജ്യങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന രാജ്യങ്ങളാണ്. വളരെ സമാധാനത്തോടെ ജീവിക്കാം. അതേസമയം തന്നെ ധാരാളം ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറലി റിച്ചാണ്, ടെക്നോളജിക്കലി റിച്ചാണ്, ഇൻഡസ്ട്രിയൽ റിച്ചാണ്, ഇങ്ങനെ ബിസിനസ് റിച്ചാണ്. ഇങ്ങനെയുള്ള 2 രാജ്യങ്ങളാണ് നമുക്കെല്ലാം അറിയാവുന്ന സ്പെയിനും പോർച്ചുഗലും. സ്പെയിനും പോർച്ചുഗലും മികച്ച രാജ്യങ്ങളാണ്. 2 സ്ഥലത്തും വളരെ അവസരങ്ങളുണ്ട്. അതേസമയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രമേ മൊത്തത്തിൽ സ്പെയിനിലും അതുപോലെ തന്നെ പോർച്ചുഗലിലും ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെ ശ്രമം നിങ്ങൾ വിജയിക്കും. കാരണം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എത്രയുണ്ടെന്നുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലും അവിടുത്തെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എത്രയുണ്ടെന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മളെ ഇന്ത്യക്കാർ വളരെ കുറവാണ് അവിടെ. അതുകൊണ്ടല്ല, നമ്മൾ പ്രിഫർ ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ എല്ലാവരും പോകുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പോകുന്ന രാജ്യത്തോട്ട് തന്നെ നമ്മൾ പോകുന്നത്. എല്ലാവരും കാനഡയിൽ പോകും, നമ്മൾ കാനഡയിൽ പോകും. കാനഡ ഒരു ഭയങ്കര മാർക്കറ്റാണ്. നമ്മൾ ഇപ്പം നമ്മൾ കുട്ടികളോട് അങ്ങനെ പറയില്ല. കാരണം അത്രമാത്രം പൈസ കൊടുത്ത് എല്ലാവരും അവിടെ പോകണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാറില്ല. ആവശ്യമുണ്ടെങ്കിൽ പോകാം. പക്ഷേ ചിലവ് കുറഞ്ഞ രാജ്യങ്ങളിലെ പട്ടികയിൽ
ഗവൺമെൻറ് സ്റ്റേറ്റ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റികൾ ധാരാളമുള്ള സ്പെയിനും പോർച്ചുഗലും നല്ല രാജ്യങ്ങളാണ്. ഇതിന് 2 സ്ഥലത്തും നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബിന് ഈ ഭാഷകൾ പഠിച്ചിട്ട് വേണം പോകാൻ. ഗ്രാജുവേഷനിൽ ഇനി ചേരാൻ പോകുന്നവരും അതുപോലെ തന്നെ ഇപ്പം ചേർന്ന് പഠിക്കുന്നവരും നിങ്ങൾ പിന്നെ സ്പെയിന് അതുപോലെ തന്നെ പോർച്ചുഗൽ 2 രാജ്യങ്ങളിലെയും ഭാഷ പിന്നെ ഇന്ത്യയിൽ പഠിക്കാനുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു കരിയർ കണ്ടെത്താം. ഇനി വേറൊരു കാര്യമുള്ളത്, നിങ്ങൾ ഏത് വിദേശ രാജ്യത്ത് നിന്ന് കഴിഞ്ഞാലും ഫോളോയിങ് മിക്കവാറും രാജ്യങ്ങളെല്ലാം 1 ഇയർ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടും. ആ സ്റ്റേ ബാക്ക് കൊണ്ട് നിങ്ങൾക്ക് ഷെങ്കൻ രാജ്യങ്ങളായ നിങ്ങൾക്ക് ഈ രാജ്യങ്ങളിൽ മുഴുവനും യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവനും നിങ്ങൾക്ക് ഒരു കരിയർ കണ്ടെത്താൻ കഴിയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാജ്യത്ത് പോയി കണ്ടെത്താൻ കഴിയും. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഈ ഗ്രാജുവേഷൻ സമയത്ത് തന്നെ നിങ്ങൾ ഈ രാജ്യത്ത് പോകണമെങ്കിൽ ആ രാജ്യത്തെ ഭാഷ, അതായത് A1 A2 കഴിഞ്ഞാൽ B1 B2 വരെ മതി. C1 C2 വേണമെന്ന് ഒരു പിന്നെ എംബസിയും നിർബന്ധം പിടിക്കാറില്ല. ഇത് വേണ്ടെങ്കിൽ പോലും നിങ്ങൾ പോകുന്ന രാജ്യത്ത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് അല്ല ഞാനൊന്ന് പറഞ്ഞത്, ആ രാജ്യത്തെ ഭാഷ അറിയുന്നത് അവിടെ പെട്ടെന്ന് ഒരു പിന്നീട് പാർട്ട് ടൈം ജോബ് കണ്ടെത്താൻ നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. പിന്നെ നമ്മൾ ഏത് വിദേശ രാജ്യത്ത് പോയാലും, ഇതല്ലാത്ത തന്നെ വിദേശ രാജ്യത്ത് യൂറോപ്പിലുണ്ട്, പക്ഷേ ഏത് വിദേശ രാജ്യത്ത് പോയാലും ഞാൻ ചെക്ക് റിപ്പബ്ലിക് കൂടി പറയാം. ചെക്ക് റിപ്പബ്ലിക് ഇതുപോലെ ചിലവ് കുറഞ്ഞ ഒരു രാജ്യമാണ്. ചെക്ക് റിപ്പബ്ലിക്, സ്ലൊവേനിയ തുടങ്ങിയ രാജ്യങ്ങളും കുറവാണ്, പിന്നെ പൈസ കുറവാണ്. ഗവൺമെൻറ്റിൽ തന്നെ കിട്ടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. പാർട്ട് ടൈം ജോബും കിട്ടും. നിങ്ങളായി ഇരിക്കുക. നിങ്ങൾ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, നിങ്ങൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആവും, നിങ്ങളൊരു ഏണിംഗ് മെമ്പറാവും. നിങ്ങൾ ഒരു വർഷവും ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടതില്ല. ഇനി അവിടുത്തെ കരിയേഴ്സൊക്കെ നിങ്ങൾ എന്നെങ്കിലും മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കുട്ടികൾക്ക് നിങ്ങളൊരു റോൾ മോഡലാവുമെന്നറിയാമോ? നിങ്ങളെ ക്യാരക്ടർ, നിങ്ങളെ മൊത്തത്തിൽ ബിഹേവിയർ, നിങ്ങളെ തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി, നിങ്ങളെ വ്യത്യസ്തനാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ, നിങ്ങളൊരു വിദേശ വിദ്യാഭ്യാസവും വിദേശ ജീവിതവും വിദേശ കരിയറും നിങ്ങൾക്ക് തരുന്ന ഒരു വലിയ സമ്പാദ്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങൾ, ചിലവ് കുറഞ്ഞ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നവർ ഈ രാജ്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതേസമയം തന്നെ നിങ്ങൾ ഡ്യൂറിങ് യുവർ ഗ്രാജുവേഷൻ ടൈം യു ഷുഡ് പ്ലാൻ യുവർ career destinations, higher studies destinations, and select your countries and try to learn 1 or 2 foreign languages during your graduation time. Have a wonderful foreign career. Thank you.